ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിനായി അടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായി, ഈശോയെ കണ്ടെത്തുവാനായി, ഈശോയെ അന്വേഷിക്കുവാനും ഈശോയെ ഹൃദയത്തിൽ പൂജിക്കുവാനുമായി ഒരുങ്ങുന്ന ദിനങ്ങൾ. ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ഹേറോദേസ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ഹേറോദേസ് ഈശോയെ അന്വേഷിച്ച വ്യക്തിയായിരുന്നു, ഈശോയെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ഹെരോദേസിൻ്റെ അന്വേഷണവും ഹെരോദേസിൻ്റെ കണ്ടെത്തലും ഈശോയെ അവസാനിപ്പിക്കുവാനും ഈശോയെ വധിക്കുവാനുമുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭയം കൊണ്ടായിരുന്നു. ഹെരോദേസ് ഈശോയെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഭയം കൊണ്ട് ഈശോയെ വധിക്കുവാനും അവസാനിപ്പിക്കുവാനുമായിട്ട് പരിശ്രമിച്ചു. രണ്ടാമതായി, ഈശോയെ അവസാനിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ഒരുങ്ങുവാൻ കാരണം അധികാരത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. അധികാരത്തെ ഇഷ്ടപ്പെട്ട ഹെരോദേസ് ഈശോ ഒരു അധികാരിയായി മാറിയേക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഈശോയെ അവസാനിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. മൂന്നാമതായി, അദ്ദേഹം ഈശോയെ വധിക്കുവാനായിട്ട് ശ്രമിക്കുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ്. അഹങ്കാരം കൊണ്ട് അദ്ദേഹം വളർന്നു. അതുപോലെ തന്നെ ഈശോയെ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിച്ചു. പ്രിയമുള്ളവരെ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മയും ഈശോയിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ജീവിതത്തിൽ നമ്മുടെ ഭയങ്ങൾ, നാളെ എന്തായിത്തീരുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തായിത്തീരുമെന്നുള്ള ഭയം, നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഭയങ്ങളുണ്ട്. സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ഭയം, അതുപോലെ അധികാരത്തോടുള്ള ഇഷ്ടവും സ്നേഹവും നമ്മെ ഈശോയിൽ നിന്ന് അകറ്റിക്കളയുന്നു. അഹങ്കാരത്തോടെയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതും ഈശോയിൽ നിന്ന് നമ്മെ അകറ്റും. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈശോയുടെ രാജ്യം അന്വേഷിക്കുവാനും ഈശോയെ തേടുവാനും പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെ കണ്ടെത്തുവാനായിട്ട് ഹൃദയശുദ്ധിയോടുകൂടി, വിശുദ്ധിയോടുകൂടി അവിടുത്തെ അന്വേഷിക്കാം. സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സങ്കീർത്തകൻ 51:10: നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹെരോദേസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഈശോയിൽ നിന്ന് അകന്നു പോകാതെ രക്ഷകനെ അന്വേഷിക്കുവാനും രക്ഷകനെ കണ്ടെത്തുവാനും ഹൃദയവിശുദ്ധിയോടുകൂടി അവിടുത്തെ സ്നേഹിക്കുവാനും ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.